ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ അവതരിപ്പിക്കാനിരുന്ന പേപ്പറും ഇമാം ഗസാലിയുടെ രചനകളെ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ഇഹ്യാ ഉലൂമുദ്ദീനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ അവതരിപ്പിക്കാനിരുന്ന പേപ്പറിൽ എത്തിക്സിൻ്റെ ധാർമ്മിക മൂല്യങ്ങളുടെ മറ്റ് ചില മാനങ്ങളെയും കൂടി പരാമർശിച്ചുകൊണ്ടാണ് ആ പേപ്പർ എഴുതിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലകളിലും ഹെൽത്ത് കെയർ, കമ്മ്യൂണിറ്റി സർവീസ്, പോവർട്ടി ഇറാഡിക്കേഷൻ, അങ്ങനെ വിവിധ മേഖലകളിലുള്ള എത്തിക്സിൻ്റെ ധാർമ്മിക മൂല്യങ്ങളുടെ ഇടപെടലുകളെക്കുറിച്ചും സാന്നിധ്യത്തെക്കുറിച്ചും വിശദമായ ചർച്ച മറ്റേ പേപ്പറിൽ നടത്തിയിട്ടുണ്ട്. ഇവിടെ അവതരിപ്പിച്ച പോലെ തന്നെ എത്തിക്സിൻ്റെ ധാർമ്മികത, അതായത് ആത്മീയതയിൽ ഊന്നിക്കൊണ്ടിട്ടുള്ള ധാർമ്മികതയുടെ പലവിധ മാനങ്ങളും ഇവിടെ സംസാരിക്കുകയുണ്ടായി. അത് അധികവും ഒരു വ്യക്തി എന്ന നിലയിലുള്ള വികാസത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഈ പേപ്പറിൽ, ഇവിടെ അവതരിപ്പിച്ച പേപ്പറിൽ അധികവും ഉണ്ടായിരുന്നത്. ഒരു വ്യക്തി, ഒരു മനുഷ്യൻ വളരുമ്പോൾ, ജനിക്കുമ്പോൾ, അതിനുശേഷം വളരുമ്പോൾ, വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള അയാളുടെ വ്യക്തിത്വ വികാസങ്ങളിൽ അദബിന്, ധാർമ്മിക മൂല്യങ്ങളുടെ സ്വാധീനത്തെയും സാന്നിധ്യത്തെയും കുറിച്ചിട്ടുള്ള പരാമർശമാണ് ആ പേപ്പറിൽ അധികവും ഉണ്ടായിട്ടുള്ളത്. ഇമാം ഗസാലിയുടെ രചനകളിൽ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന രചനകൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പടർന്നു നിൽക്കുന്നത് മറ്റ് പല രചനകളിലും കൂടിയിട്ടാണ്. നമ്മളുടെ ഈ ഒരു പരിപാടിയിൽ ഇഹ്യാ ഉലൂമുദ്ദീൻ ഒതുക്കി നിർത്തുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. കാരണം ഇമാം ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീൻ പറയാത്ത പലതും, അല്ലെങ്കിൽ ചർച്ച ചെയ്യാത്ത പലതും അദ്ദേഹത്തിൻ്റെ മറ്റ് പല രചനകളിലും കത്തുകളിലും ചെറിയ ലഘുലേഖകളിലും നമുക്ക് കാണാം. അത് അദ്ദേഹത്തിൻ്റെ എത്തിക്സുമായി തന്നെ ബന്ധപ്പെട്ട സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലുള്ള ഇടപെടലുകളെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങൾ ആ രചനകളിലുണ്ട്. അത് ഇഹ്യാ ഉലൂമുദ്ദീൻ സ്വാഭാവികമായും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന രചനയാണ്. അതിൽ ഒരുപാട് ബാബുകളുണ്ട്, ഒരുപാട് കിതാബുകളുണ്ട്. കിതാബുൽ ഇൽം അടക്കമുള്ള ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ വിജ്ഞാനം അത് ഏറ്റെടുത്തവൻ അയാൾക്കുണ്ടാവേണ്ട സ്വഭാവ സവിശേഷതകളെക്കുറിച്ചെല്ലാം കിതാബുൽ ഇൽമിൽ വിശദമായി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കുടുംബം, വിവാഹം, അങ്ങനെ പലവിധ വിഷയങ്ങളും നമ്മളുടെ ഫിഖ്ഹിൻ്റെ പലതരം മാനദണ്ഡങ്ങളെല്ലാം അദ്ദേഹം ഇഹ്യാ ഉലൂമുദ്ദീൻ സംസാരിക്കുന്നത് കാണാൻ കഴിയും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ എത്തിക്സ്, മൊറാലിറ്റി അല്ലെങ്കിൽ ധാർമ്മികത, മൂല്യം എന്നത് അദ്ദേഹം അധികവും സംസാരിക്കുന്നത് കുറച്ചും കൂടി താത്വികമായി സംസാരിക്കുന്നത് മറ്റു പല രചനകളിലാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ ഒരു പ്രത്യേകത, ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയെക്കുറിച്ച് കൂടുതൽ ഊന്നുന്ന, ഒരു വ്യക്തി ഒറ്റയ്ക്കും സമൂഹമായും കുടുംബമായൊക്കെ താമസിക്കുമ്പോൾ ഉണ്ടാവേണ്ട ചില സ്വഭാവ സവിശേഷതകളെ കുറിച്ചിട്ടാണ്. അതിലൊരു പ്രാക്ടീസിങ് ആയ ഒരു മെത്തേഡാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ നമുക്കധികം കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇമാം ഗസാലിയുടെ മുസ്തസ്ഫ നിങ്ങൾ നോക്കുക, ഫിഖ്ഹിൻ്റെ ഉസൂലിനെ കുറിച്ച് സംസാരിക്കുന്ന, ഫിഖ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ധാർമ്മിക പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതാണല്ലോ ഫിഖ്. അതിൻ്റെ ഉസൂലിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് മുസ്തസ്ഫ. അതേ ഇമാം ഗസാലിയുടെ തന്നെ വേറെയും ചില രചനകളുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പൊളിറ്റിക്കൽ ഡൈമെൻഷൻ നിറഞ്ഞു നിൽക്കുന്ന രചന അദ്ദേഹത്തിൻ്റെ അത്തിബ്രുൽ മസ്ബൂഖ് ഫി നസീഹത്തുൽ മുലൂക്ക് എന്ന് പറയുന്ന രചനയാണ്. നസീഹത്തുൽ മുലൂക്ക് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ അത് പൊളിറ്റിക്കൽ കൗൺസിലിംഗ് എന്നോ പലതരത്തിലൊക്കെ നമുക്കത് കാണുവാൻ കഴിയും. അന്നത്തെ സെൽജൂക്കിയൻ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ബിൻ മലിക് ഷായ്ക്കുള്ള ഒരു സമ്മാനം എന്ന നിലയിലാണ് അദ്ദേഹം ആ രചന നടത്തുന്നത്. വളരെ ചെറിയ ബുക്കാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ രചനയിൽ ഇമാം ഗസാലി ഒരു ഭരണകർത്താവ് ജനങ്ങളോട് എങ്ങനെ ഭരിക്കണമെന്നും ഭരണീയരായ ആൾക്കാരെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും അതിന് എത്തിക്സ് എത്രത്തോളം അനിവാര്യമായി വരണമെന്നും സംസാരിക്കുന്ന രചനയാണ് നസീഹത്തുൽ മുലൂക്ക്. അതിൽ അദ്ദേഹം നിരവധി വിഷയങ്ങൾ തന്നെ എടുത്ത് പറയുന്നത് കാണുവാൻ കഴിയും.
അതായത് ഞാൻ ഈ പറയുന്നത്, സാധാരണ നമ്മൾ ഇമാം ഗസാലിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ തസവുഫ് എന്ന് പറയുന്ന പദത്തിലോ സൂഫിസം എന്ന് പറയുന്ന ഒരു ടെർമിനോളജികളിലോ ഒതുക്കിക്കൊണ്ട് ഒരു വ്യക്തിഗത വികസനത്തെക്കുറിച്ചും ആത്മീയ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചും മാത്രം പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു രംഗത്തുള്ള ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പദം പോലും അദ്ദേഹത്തിന് ലഭിക്കുന്നത് അങ്ങനെ ആ ധാർമ്മികതയോ മൂല്യങ്ങളോ മാത്രം പറഞ്ഞതുകൊണ്ടായിരുന്നില്ല. മറ്റു പല മേഖലകളിലും അദ്ദേഹത്തിൻ്റെ വ്യക്തമായ അടയാളപ്പെടുത്തലുകൾ ഉള്ളതും കൊണ്ടും കൂടിയിട്ടാണ്. ഇമാം ഗസാലിയുടെ കാലഘട്ടം നിങ്ങളറിയണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കുറച്ച് കാലഘട്ടം അന്നത്തെ ഗ്രീക്ക് ഫിലോസഫിയിൽ ശക്തമായി ഇടപെടുകയും അതിൻ്റെ ഭാഗമായി ഭൗതികമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുകയും ഒരു ഹൽവത്ത്, സോളിറ്റ്യൂഡ്, പൊതു ഇടങ്ങളിൽ നിന്നുമുള്ള പണ്ഡിത വ്യവഹാരങ്ങളിൽ നിന്നുമുള്ള ഒരു പിൻവലിയൽ അദ്ദേഹം ഏറ്റെടുക്കുകയും സ്വയം തന്നെ തീരുമാനിക്കുകയും കുറച്ചു കാലം അതിൽ നിന്ന് മാറുകയും അള്ളാഹുവിനോട് ഖൽവത്ത് എന്ന് പറയുന്ന ഒരു ഇടപെടലുണ്ട്. തസവുഫിൻ്റെ ഒരു പദപ്രയോഗമാണ് ഖൽവത്ത് ദർ അൻജുമൻ. നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളുകളിൽ ഒന്നാണ്. ആൾക്കൂട്ടത്തിൽ തനിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹം നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ആളൊന്നുമായിരുന്നെങ്കിൽ പോലും അന്നുള്ള പൊതുവേ പണ്ഡിതന്മാരുടെ ഒരു പൊതുവായ സവിശേഷതയാണ് ഇടക്കാലത്തെ ഭൗതികമായ, ധാർമ്മികമായ, സാമൂഹികമായ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ കുറച്ചൊന്ന് പിൻവലിയുകയും അള്ളാഹുമായി മാത്രമുള്ള ഒരു കൂടിക്കാഴ്ചകൾക്ക് ഇടവേളകൾ കണ്ടെത്തുകയും ചെയ്യുക എന്നത്. അതിൻ്റെ ഭാഗമായി ഇമാം ഗസാലി പോലും ഈ ഒരു ഫിലോസഫിക്കലായ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒറ്റയ്ക്കിരിക്കുകയും അതൊരു ആത്മവിമർശനത്തിന് തന്നെ കാരണമാവുകയും പിന്നീട് രണ്ടാമത്തെ ഒരു ഇമാം ഗസാലിയുണ്ട്. ആദ്യത്തെ ഇമാം ഗസാലിൽ നിന്ന് രണ്ടാമത്തെ ഇമാം ഗസാലിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് കൂടുതൽ പൊളിറ്റിക്കലായ, സോഷ്യലായ, ഈവൻ സ്പിരിച്വലായ, കൾച്ചറലായ, ആക്റ്റീവായ, ഡൈനാമിക്കായ ഇമാം ഗസാലി എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ആ ഒരു വരവ് അതിനുശേഷം തഹാഫുൽ ഫലാസിഫ പോലുള്ള രചനകൾ നടത്തുന്നു. അതുവരെ ഏത് ഫിലോസഫിയാണോ അദ്ദേഹം ആദ്യം ആശ്രയിവദിച്ചത്, അബ്സോർബ് ചെയ്തത്, അതേ ഫിലോസഫിയെ തന്നെ ആ ഫിലോസഫിയുടെ ടൂളുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഫിലോസഫിയെ ശക്തമായ വിമർശനത്തിന് വിധേയമാക്കുക എന്നതായിരുന്നു ഇമാം ഗസാലിയുടെ രണ്ടാമത്തെ വരവിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് മാത്രമായിരുന്നില്ല, സെൽജൂക്യൻ കാലഘട്ടത്തിൽ ബാത്തിനി വിഭാഗം, ഇന്ന് നമ്മൾ പിന്നീട് അത് ഷിയഈ വിഭാഗത്തിലേക്കൊക്കെയാണ് പിന്നീട് ചരിത്രകാരന്മാർ ചേർത്ത് പറയുന്നത്. ബാത്തിനി വിഭാഗം, ഫാത്തിമികളുമായൊക്കെ കണക്ഷൻ ഉണ്ടായിരുന്ന വേറെ ചില ഒരു ഷിയഈ പൊളിറ്റിക്കൽ ഡൈമെൻഷനോട് കുറച്ചും കൂടി ചേർന്ന് നിൽക്കുന്ന ഫിലോസഫിക്കൽ ഗ്രൂപ്പുകളായിരുന്നു ബാത്തിനികൾ അന്ന്. അവരുടെ ശക്തമായ അറ്റാക്ക് മുസ്ലിം സമൂഹത്തിൽ, പ്രത്യേകിച്ച് സുന്നികൾക്കിടയിൽ ശക്തമായപ്പോൾ സെൽജൂക്യൻ രാജവംശത്തിൻ്റെ തന്നെ സപ്പോർട്ടോടു കൂടി നിസാമിയ മദർസയുടെ അല്ലെങ്കിൽ അന്നത്തെ കോളേജിൻ്റെ ഒരു അമരത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഇമാം ഗസാലി അതിന് പോരാടുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഷിയഈസമല്ല അന്നത്തെ ഷിയഈയ. പലതരം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബാത്തിനി കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സുന്നി വിരുദ്ധ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക വിരുദ്ധ നിലപാടുകളിലേക്ക്, രാഷ്ട്രീയ നിലപാടുകളിലേക്ക് മാറിയപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിരോധിച്ച ഒരാളും കൂടിയിട്ടാണ് ഇമാം ഗസാലി. അതുപോലെ തന്നെ ഫിഖഹിൻ്റെ ഒരു പ്രശ്നം, വാറോലകളിൽ ഒതുങ്ങുന്ന ഫിഖഹി ചർച്ചകൾക്ക് ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അസ്ലുകൾ ഉണ്ടാക്കിയ ഒരു പണ്ഡിതനെന്ന നിലയിൽ മുസ്തസ്ഫ ഇമാം ഗസാലിയെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇമാം ഗസാലിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ, നമ്മൾ എത്തിക്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തസവുഫ് എന്ന് പറയുന്ന ഒരു ഡൈമെൻഷൻ മാത്രമാകുകയും അതിൽ ഒതുങ്ങുന്നവർ എത്തിക്കലായും ധാർമ്മികമായും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. ഫിഖഹിൻ്റെ കാര്യം സംസാരിക്കുന്നവർ ഒരു വരണ്ട നിയമശാസ്ത്രങ്ങളിൽ ഇടപെടുന്നവർ മാത്രമാണെന്ന് പറയുന്ന ഒരു വിചാരം അന്ന് ശക്തമായിരുന്നു. ഇമാം ഗസാലി ഈ രണ്ട് ധാരകളെയും, ഉലമാക്കളെയും സൂഫികളെയും ഒന്നിച്ച് ചേർക്കുവാൻ കാരണക്കാരനായി മാറി. അതാണ് ഇമാം ഗസാലിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവന. ഒരേ സമയം തന്നെ സൂഫിയായും അതേസമയം തന്നെ ഫഖീഹായും അല്ലെങ്കിൽ ആലിമായും അറിയപ്പെടുവാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ മുസ്ലിം ലോകം സ്വീകരിക്കുന്നതിലേക്ക് കൊണ്ടെത്തിച്ചത് ഇമാം ഗസാലിയുടെ സംഭാവനകളായിരുന്നു. അതിൻ്റെ കൂടെ ഇമാം ഗസാലി ചെയ്ത മറ്റു പല സേവനങ്ങൾ കൊട്ടാര പണ്ഡിതന്മാരുടെ സ്വാധീനത്തെ അല്ലെങ്കിൽ കൊട്ടാര പണ്ഡിതന്മാരുടെ സ്വഭാവത്തെ നിർവചിക്കുക എന്നുള്ളതായിരുന്നു.
ഞാൻ കൊട്ടാര പണ്ഡിതന്മാരെന്ന് പറയുന്നത് നിരവധി മുസ്ലിം ഭരണകൂടങ്ങൾ അന്നുണ്ടായിരുന്നു. വിവിധ ഖവാരിസ്മികളായ അല്ലെങ്കിൽ സെൽജൂക്കിൻ്റെ തന്നെ വിവിധ തുടക്കമായിരുന്നുവെങ്കിലും പിന്നീട് വിവിധ ഭാഗങ്ങളായി അവർ മാറിയിരുന്നു പിന്നീട് ഇമാം ഗസാലിക്ക് ശേഷം. അതുപോലെ തന്നെ ഇൽഖാനേറ്റ് എന്ന് പറയുന്ന മംഗോളിയൻ രാജവംശങ്ങൾ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും അവർക്കിടയിൽ ചെറിയ ചെറിയ മുസ്ലിം ദൗലത്തുകൾ പല ഭാഗങ്ങളിലായിട്ടുണ്ടാവുക. അതേപോലെ ചെറിയ ചെറിയ വാർലോഡുകൾ, ട്രൈബൽ നേതാക്കന്മാർ മുസ്ലിങ്ങളായി തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെയും നിയമം സാധുത നൽകുന്ന പണ്ഡിതന്മാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ നേതാക്കന്മാർ പറയുന്നതാണ് നിയമം എന്ന തലത്തിലേക്ക് ആ ഒരു 10-11 നൂറ്റാണ്ടിൽ 11-12 നൂറ്റാണ്ടിലെ ഒരു അവസ്ഥ മാറിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഉലമാ സൂഖ് എന്നും ഉലമാ ഖൈർ എന്നും ഒക്കെയുള്ള വിവേചനം ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ തന്നെ വേർതിരിച്ച് പറയുന്നത്. അതായത് മുസ്ലിം സമൂഹത്തെ പൊതുവായി നിയന്ത്രിക്കുന്നതിൽ പ്രധാന 2 കണ്ണികൾ അത് പണ്ഡിതരും മറ്റൊന്ന് ഭരണകർത്താക്കളുമാണ്. പണ്ഡിതർ മോശപ്പെടുമ്പോൾ പൊതുജനങ്ങൾ മോശക്കാരായി മാറും. അധികാരികൾ അവർ ദുർവൃത്തി അവരുടെ ജീവിതത്തിലും ഭരണത്തിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ജനങ്ങളാണ്. ഇപ്പോൾ 2 തരത്തിലും പണ്ഡിതരെ കൊണ്ടും അധികാരികളെ കൊണ്ടും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് പൊതുജനമാണ് എന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൂടുതൽ പറയുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ പണ്ഡിത വർഗങ്ങളെ അവർ ഏറ്റുപിടിക്കുന്ന ചിന്താധാരകളെ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും കാറ്റഗറൈസ് ചെയ്യുകയും ശരിയായ ഇസ്ലാമിക വാല്യൂവിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ അവർ തിരിച്ചു വരണമെന്ന് സംസാരിക്കുകയും ചെയ്ത ആളാണ് ഇമാം ഗസാലി. അതിൻ്റെ കൂടെ തന്നെ പണ്ഡിതരോടുള്ള നിർദ്ദേശവും അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് ബിൻ മലിക് ഷായ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സമ്മാനമാണ് അത്തിബുൽ മസ്ബൂഖ് ഫി നസീഹത്തുൽ മുലൂക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നസീഹത്തുൽ മുലൂക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ രചന. അതിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഭരണകർത്താവ് ഭരണീയരോട്, ജനങ്ങളോട് ഏത് തരത്തിലാണ് പെരുമാറേണ്ടത്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അന്ന് രാജവംശങ്ങളാണ്. നമ്മൾ ഇന്നത്തെ പോലെ ഇത് 11-12 നൂറ്റാണ്ടിലെ ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നത്തെ പോലെ ഒരു ഡെമോക്രാറ്റിക്കായി എലക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആദ്യകാല ഇസ്ലാമിക ചരിത്രത്തെ പോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകർത്താക്കളുള്ള അല്ലെങ്കിൽ ഷൂറ മെമ്പേഴ്സുള്ള ഒരു ലോകമൊന്നുമല്ല. ഭരണകൂടം അത് രാജവംശങ്ങളായി വന്ന് പാപ്പ മക്കൾ എന്ന തലത്തിൽ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അവരെ നന്നാക്കേണ്ടത് എന്ന് ഇദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട വഴി എന്നത് നസീഹത്ത് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ നസീഹത്തിനെ എത്തിക്സുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ നിർദ്ദേശം എന്നുള്ള തരത്തിലുള്ളൊരു വളരെ അപ്പൊളിറ്റിക്കലായ, പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലുവൻസും ഇല്ലാത്ത വെറും ആത്മീയ വർത്തമാനം പറയുന്ന ഒരു പദപ്രയോഗമായിട്ടാണ് കാണുക. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെയല്ല. നസീഹത്ത് എന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ പൊളിറ്റിക്കൽ ടേമാണ്. അത് സിയാസത്തുനാമ, നിസാമുൽ മുൽക്കിൻ്റെ പ്രധാനപ്പെട്ട രചനകളുണ്ട്. നമുക്ക് സിയാസത്തുനാമ, തൈഖാവൂസിൻ്റെ തന്നെ മറ്റൊരു ഇറാനി മുസ്ലിം ഭരണാധികാരിയാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ സിയാസത്തുനാമയെ പോലെ മറ്റൊരു കാബൂസ് നാമ എന്ന് പറയുന്ന ഒരു ഉപദേശ നിർദ്ദേശങ്ങളുണ്ട്. ഇമാം ഗസാലിൻ്റെ തന്നെ നസീഹത്തുൽ മുലൂക്കുണ്ട്. മാവർദിയുടെ തന്നെ അതുപോലെ തന്നെ മറ്റു പല രചനകളും കാണാം. ഇതൊക്കെയും അധികം നസീഹത്തിൻ്റെ സ്റ്റൈലാണ്. പക്ഷേ ആ നസീഹത്ത് എന്ന് പറയുന്നത് നേരിട്ട് ഭരണകർത്താവിനോട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന ആജ്ഞാപനങ്ങളാണ്, ഒരു കമാൻഡ്മെൻറ്റ്സാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. അതിൽ ഇമാം ഗസാലി മലിക് ഷാ അൽപർസ്ലാൻ്റെ മകൻ മലിക് ഷാ അവിടുത്തെ ഭരണഘടന സുൽത്താനായി മാറിയതിനു ശേഷം അദ്ദേഹത്തിന് കൊടുക്കുന്ന സമ്മാനമാണ്. അദ്ദേഹത്തിന് അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, അൽ ഹിദ്ദത്ത് ഫിൽ മുലൂക്ക്. ഒരു ഭരണകർത്താവ് എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ പൊതുസമൂഹം എങ്ങനെയാണ് എത്തിക്സിൽ ജീവിക്കേണ്ടതെന്നുള്ള ഒരു പോയിന്റ് അദ്ദേഹം ഒതുക്കുന്ന 3 ഐഡിയകളിലാണ്. അദ്ദേഹം പറയുന്നത് അൽ ഹിദ്ദത്ത് ഫിൽ മുലൂക്ക് വൽ ഹിറസ് ഫിൽ ഉലമാ വൽ ബുഖ്ൽ ഫിൽ അഗ്നിയ. ഈ 3 കാര്യങ്ങളും ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല. അതായത് ഭരണകർത്താക്കൾക്കിടയിൽ സ്റ്റബോൺനെസ്, വളരെ പരുക്കന്മാരായ ഭരണകർത്താക്കൾ ഉണ്ടാവാൻ പാടുള്ളതല്ല. അത് പൊതുജനത്തിനും ജനങ്ങൾക്കും ഉപദ്രവകമായി മാറും. അതുപോലെ അൽ ഹിറസ് ഫിൽ ഉലമ, പണ്ഡിതന്മാർക്കിടയിൽ ആർത്തിയും ഉണ്ടാവാൻ പാടുള്ളതല്ല. ആർത്തി എപ്പോൾ പണ്ഡിതന്മാരുടെ മനസ്സിൽ രൂപപ്പെടുന്നോ അതോടുകൂടി
വിനയവും കരുണയും സ്നേഹവും അനുകമ്പയും മാറുകയും അതിനു പകരം നിയമത്തിൻ്റെ നിർമ്മാണം, പുതിയ നിയമനിർമ്മാണങ്ങൾ തുടങ്ങുകയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മുൻകാല സമൂഹങ്ങൾ എങ്ങനെയാണോ തൗറാത്തും ഇഞ്ചീലൊക്കെ പിടിച്ച് മാറ്റിയത് ആ കോലത്തിലേക്ക് വേദഗ്രന്ഥങ്ങളും ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളും മാറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് ഈ അൽ-ഹിർസ്, ഈ പറയുന്ന ആർത്തി പണ്ഡിതന്മാർക്കുണ്ടാവാൻ പാടുള്ളതല്ല. മൂന്നാമത് പറഞ്ഞത് വൽബുഖ് ഫിൽ അഗ്നിയ, ധനികർക്കിടയിൽ പിശുക്കുണ്ടാവാൻ പാടുള്ളതല്ല. കാരണം ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റിൽ ലിക്കൈലാദൂന ബഹനിൽ അഗ്നിയ, നമുക്കറിയാമല്ലോ, സമ്പത്തെന്ന് പറയുന്നത് പണക്കാർക്കിടയിൽ മാത്രം കറങ്ങേണ്ടതുള്ളതല്ല, എല്ലാവരിലേക്കും എത്തേണ്ടതുള്ളതാണ്. അത് സക്കാത്ത് എന്ന് പറയുന്ന നിർബന്ധിത കർമ്മം മാത്രമാണെങ്കിൽ സ്വതക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ചെയ്യുവാൻ കൽപ്പിച്ച കാര്യമാണ്. അത് സമ്പത്തുള്ളവനാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ അർഹനും അവകാശപ്പെട്ടതും ഉത്തരവാദിത്തപ്പെട്ടതും. അങ്ങനെയുള്ളവർ പിശുക്ക് കാണിക്കുന്നതോടുകൂടി എത്തേണ്ടവർക്ക് എത്താത്ത ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളും നിലനിൽക്കുമ്പോഴാണ് ഒരു സമൂഹത്തിൽ എത്തിക്സ്, നമ്മൾ ഈ പറയുന്ന ധാർമ്മിക മൂല്യങ്ങൾ നിലനിൽക്കുകയുള്ളൂ എന്ന് അദ്ദേഹം നസീഹത്തുൽ മുലൂക്കിൽ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഭരണകർത്താക്കളോട് അദ്ദേഹം പറയുന്നു, മലിക് ഷായെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഭരണകർത്താക്കൾ, ഒരു ഭരണാധികാരി എങ്ങനെയാണ് ആ സമൂഹത്തെ കൈകാര്യം ചെയ്യേണ്ടത് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. ഇബാദുൽ അദ്നിയായ അൻ മംലക്കത്തിഹിം, വൃത്തികെട്ടവന്മാരെ ഭരണമേഖലയിൽ നിന്ന് അകറ്റി നിർത്തുക ഒരു ഭരണകർത്താവ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. വൃത്തികെട്ടന്മാരെന്ന് പറഞ്ഞാൽ തൻ്റെ ആവശ്യത്തിന് വേണ്ടി, തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാര സ്ഥാനങ്ങളെയും പവറിനെയും ശക്തിയെയും അതിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സ്രോതസ്സിനെയും ഉപയോഗിക്കുന്ന വൃത്തികെട്ടവന്മാരെ മംലക്കത്തിൽ നിന്ന്, അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതാണ് അദ്ദേഹം മലിക് ഷായോട് പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പറയുന്നത് ഇമാറത്തുൽ മംലക്കത്ത് ബിതഖരീബിൽ ഉഖല വഹിഫ്നുൽ മശായിഖ് വഉലി ഹിക്മത്ത് വതജ്രുബ. രണ്ടാമത്തെ കാര്യം പറയുന്നത് മംലക്കത്ത് ഉണ്ടാക്കേണ്ടത്, മംലക്കത്തിൻ്റെ നിർമ്മാണം എങ്ങനെയാണ് സാധ്യമാവുന്നത്? ഒരു ഭരണത്തിൻ്റെ നിർമ്മാണം സാധ്യമാവുന്നത് ബുദ്ധിജീവികളെ കൂടെ ചേർത്തുകൊണ്ടാണ്, ഉഖല. രണ്ടാമത് അദ്ദേഹം പറയുന്നത് വഹിഫ്നുൽ മശായിഖ്, പണ്ഡിതരെ സംരക്ഷിക്കുക, അവരെ പ്രിസർവ് ചെയ്യുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അതിൻ്റെ കൂടെ പറഞ്ഞ ഉലിൽ ഹിക്മത്ത് വതജ്രുബ, ഹിക്മത്തും വിവേകവും യുക്തിയുമുള്ള അനുഭവ പരിജ്ഞാനമുള്ളവരെയും പണ്ഡിതരെയും സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ബുദ്ധിജീവികളെ കൂടെ ചേർത്തുകൊണ്ടാണ് ഒരു മംലക്കത്ത്, ഒരു ഭരണം, ഒരു രാജവംശം അല്ലെങ്കിൽ ഒരു ഭരണം രൂപപ്പെടുത്തേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മൂന്നാമത്തതായി അദ്ദേഹം പറയുന്നത് വസിയാദത്ത് ഫി അംറിൽ മൽക് ബി ഇഖ്ലാൽ അഅമാൽ മദ്മൂമ, മോശമായ എല്ലാ പ്രവർത്തനങ്ങളെയും കുറച്ചുകൊണ്ട് ഭരണമേഖലയിൽ കൂടുതൽ അതിൻ്റെ താല്പര്യം വർദ്ധിപ്പിക്കുക, ഭരണത്തിൽ അധികാരത്തിൽ കൂടുതൽ ശക്തി ഉണ്ടാക്കുക. അത് മോശമായ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഉണ്ടാവേണ്ടത്. അതായത് ശക്തിയായ ഭരണം, തിന്മകളെ മാറ്റി നിർത്തുക. ബുദ്ധിജീവികളായ, നമ്മൾ ഈ ആധുനിക ഭാഷയിൽ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ തിങ്ക് ടാങ്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ആൾക്കാരുടെ സഹായത്തോടു കൂടി ഒരു സമൂഹ നിർമ്മാണം നടത്തുക. അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ ഉള്ളവർ നടത്തുന്ന അതേ സമയത്ത് തന്നെ വൃത്തികെട്ട പണ്ഡിതന്മാരെ, അധികാരമോഹികളായ, ആർത്തിക്കാരായ, ഒരു പൗരോഹിത്യം ഉള്ള ആൾക്കാരെ അകറ്റി നിർത്തുകയും ചെയ്യുക. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് നസീഹത്തുൽ മുലൂക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രചനകളിലാണ്. നമ്മൾ എത്തിക്സ് നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ വ്യക്തിഗത മൂല്യങ്ങൾ എന്ന് പറയുന്നതിനേക്കാളും അപ്പുറം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വിശാലമാകുന്നത് നസീഹത്തുൽ മുലൂക്കിൻ്റെ ആ വിഷയങ്ങളിൽ, ആ രചനകളിലും കൂടിയിട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കീമിയ സാദ, ആൽക്കമി ഓഫ് ഹാപ്പിനെസ്, സന്തോഷത്തിൻ്റെ രസതന്ത്രം എന്ന് പറയുന്ന രചനയിൽ ഇതുപോലെ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ വിഷയങ്ങളും കൂടി, അല്ലെങ്കിൽ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് സന്തോഷം ഉണ്ടാക്കുവാൻ കഴിയുന്നത്. സന്തോഷത്തിൻ്റെ പൂർത്തീകരണം, തമാമു സആദ, അത് ഉണ്ടാവുന്നത് പ്രധാനപ്പെട്ട അത് അലാ സലാസത്ത് അഷ്യ, 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം കീമിയ സാദയിലാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒന്നാമത്തത് അത് ഖുവ്വത്തുൽ ഗളബ്, കോപത്തിൻ്റെ ശക്തി. കോപത്തിനൊരു ശക്തിയുണ്ട്. ഇങ്ങനെ പറയുന്നു, കോപം കൂടിയാൽ
അത് സമൂഹത്തിൽ അനാർക്കി ഉണ്ടാവും, ഉപദ്രവമുണ്ടാവും, മർദ്ദനമുണ്ടാവും, സപ്രഷൻ ഉണ്ടാവും. അപ്പോൾ കോപം കൂടാൻ പാടില്ല, കോപം കുറയാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഗൈറത്ത്, ഒരു ആത്മാഭിമാനം നഷ്ടപ്പെടും. ദുനിയാവിനെയും ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള ഒരു ബോധമുണ്ടല്ലോ, ഒരു ഭരണകർത്താവിനുണ്ടാവേണ്ട ഒരു സ്ഥൈര്യമുണ്ട് ആ വിഷയത്തിൽ. അതിനെക്കുറിച്ചിട്ടാണ് ഇമാം ഗസാലി പറയുന്നത്. ഒരു കൺട്രോളിങ്, ഒരു സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുക. ഒരേ സമയം തന്നെ കളിച്ച് ചിരിച്ച് നടക്കുന്നതിനപ്പുറം വളരെ സ്റ്റേണായ കഥാപാത്രമായി ഭരണകർത്താവ് മാറണം. അപ്പോൾ അവിടെ റളിബിൻ്റെ കോപത്തിന് അത്യാവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് ഖുവ്വത്തു ഷഹ്വ, വികാരങ്ങളുടെ ശക്തി. വികാരങ്ങൾ അനിവാര്യമാണ്. വികാരങ്ങൾ ഉള്ളപ്പോഴാണ്, ഡിസയർ എന്നാണ് ഷഹ്വത്ത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നത്. ഈ വികാരങ്ങൾ ഉള്ളപ്പോൾ അത് ജനങ്ങളുടെ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അവരോട് അനുകമ്പയും സ്നേഹവും കരുണയും ഒക്കെ പ്രകടിപ്പിക്കാൻ കഴിയും, ഇമോഷണൽ ആവാൻ കഴിയും. പക്ഷേ ആ വികാരങ്ങൾ കൂടാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് കൂടുകയാണെങ്കിൽ അത് അപകടമായി മാറുകയും മറ്റു പലതിൻ്റെ അധികാരം നഷ്ടപ്പെടാനും കാരണമാവുകയും ചെയ്യും. എന്നിട്ട് ഇമാം ഗസാലി പറയുന്നത് ഈ രണ്ട് ഖുവ്വത്തുൽ ഗളബും ഖുവ്വത്തു ഷഹ്വയും അത് കൺട്രോൾ ചെയ്യേണ്ടത് ഖുവ്വത്തുൽ ഇൽമ, ഇൽമിൻ്റെ ഖുവ്വത്ത് കൊണ്ടാണ്, അറിവിൻ്റെ ശക്തി കൊണ്ടാണ് ഖുവ്വത്തു ഷഹ്വയും ഖുവ്വത്തുൽ ഗളബും അത് ബാലൻസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ, മൂന്ന് ശക്തികളെയും അത് ജനങ്ങൾക്ക് മുമ്പിൽ നടപ്പിലാക്കാനും അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലും ജനങ്ങൾക്ക് മുമ്പിൽ നടപ്പിലാക്കുമ്പോഴാണ് ഒരു ബാലൻസ്ഡായ ധാർമ്മികത, എത്തിക്കൽ പൊസിഷൻ സമൂഹത്തിൽ രൂപപ്പെടുകയും നിലനിർത്താനും പറ്റുകയുള്ളൂ എന്ന് ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ കീമിയാവ് സആദയിൽ പറയുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇമാം ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്നതിന് ഇതേപോലെ ഒരുപാട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ ഒരുപാട് സവിശേഷതകൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട രചനകളാണ് അത്ബറുൽ മസ്ബൂഖ് ഫി നസീഹത്തുൽ മുലൂക്ക് എന്ന് പറയുന്ന രചന. അതുപോലെ തന്നെ കീമിയാവ് സആദയിൽ, ഇദ്ദേഹത്തിൻ്റെ മിസാനുൽ അമൽ പോലെ വേറെയും പല രചനകളും ചെറുതും വലുതുമായ രചനകളുണ്ട്. അൽ മുസ്തസ്ഫ, നിയമത്തിൻ്റെ മൗലികതയെയും അതിൻ്റെ താത്വിക അടിസ്ഥാനയും എങ്ങനെയാണ് എത്തിക്സ് രൂപപ്പെടേണ്ട അതിൻ്റെ സോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്ന രചനയാണ് മുസ്തസ്ഫ. അതിനെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇമാം ഗസാലി എങ്ങനെയാണ് എത്തിക്സിനെ കുറിച്ച് സംസാരിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എത്തിക്സ് എന്ന് പറയുന്നത് വ്യക്തിജീവിതത്തിൽ മാത്രമുള്ളതല്ല, ഒരു പൊളിറ്റിക്കലായ മേഖലകളിലും എത്തിക്സ് ഉണ്ട്, ഒരാളുടെ സാമൂഹ്യ ജീവിതത്തിലും എത്തിക്സ് ഉണ്ട്. അവിടെ ഈ പറഞ്ഞ പോലുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ളപ്പോഴാണ് ഒരു ഭരണത്തെ, ഗുഡ് ഗവർണൻസ് എന്ന് വിളിക്കുന്ന ഒരു സദ്ഭരണത്തെ നിലനിർത്താൻ കഴിയൂ എന്ന് ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ രചനയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ സംസാരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇമാം ഗസാലിയുടെ ചിന്തകളിൽ കൂടി കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 3 ടേംസാണ്. ഒന്ന് അദബ്, നമ്മളുടെ സോഷ്യൽ എറ്റിക്യൂട്ടീവ്സ്, മാനേഴ്സ്, ബിഹേവിയർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ആ ക്വാളിറ്റി. രണ്ടാമത്തത് ഇഹ്സാൻ, ഒരു കാര്യം അതിൻ്റെ പരിപൂർണമായി നിർവഹിക്കുന്ന ആ പെർഫെക്ഷനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ. മൂന്നാമത് ജിഹാദ് അല്ലെങ്കിൽ മുജാഹദത്തുൻ നഫ്സ് എന്നാണ് ഒരുപക്ഷെ നമുക്ക് ഇമാം ഗസാലിയുടെ രചനകളിൽ അധികം കാണുവാൻ കഴിയുന്നെങ്കിൽ പോലും ജിഹാദ് എന്നുള്ള പദപ്രയോഗം ഇമാം ഗസാലിയുടെ രചനകളുമായി ചേർത്തുകൊണ്ട് വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. 2 തരം വായനകളാണ് ഇമാം ഗസാലിയുടെ ജിഹാദുമായി ബന്ധപ്പെട്ട ചർച്ചയിലുള്ളത്. ഒന്ന്, ഇമാം ഗസാലി ഒരിക്കലും ജിഹാദിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ജിഹാദ് എന്ന് പറയുന്നത് ആംഡ് റെസിസ്റ്റൻസ്, സൈനികമായ യുദ്ധത്തെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ചിട്ടുള്ള സമരത്തെക്കുറിച്ച് ഇമാം ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീൻ പരാമർശിച്ചിട്ടില്ല. ആ സമയത്ത് ശക്തമായ ക്രുസൈഡ് വാർ, കുരിശുയുദ്ധം മുസ്ലിം സമൂഹത്തിനെതിരെ പല ഭാഗങ്ങളിലും 11-ാം നൂറ്റാണ്ടിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹം മറ്റു പല ധാർമ്മിക വർത്തമാനങ്ങളെക്കുറിച്ചും സ്വഭാവം നന്നാക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും മാത്രമാണ് സംസാരിച്ചത് എന്ന് പറയുന്നൊരു വായന ഒരിടത്തുണ്ട്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, ഇങ്ങനല്ല, ഇമാം ഗസാലി ജിഹാദിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മറ്റു ചില ആൾക്കാർ പെട്ടെന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, ഇമാം ഗസാലിനെ ജിഹാദിസ്റ്റ് ആക്കാനുള്ള രീതിയാണ് ഇപ്പോൾ ജിഹാദിനെ കുറിച്ച് പറഞ്ഞത് എന്ന് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇമാം ഗസാലി ജിഹാദിസ്റ്റ് അല്ല, ഇമാം ഗസാലി സൂഫിയാണ്. സൂഫിയാവുമ്പോൾ അടങ്ങിയൊതുങ്ങി കഴിയുന്ന, ഒരു സാമൂഹിക ജീവിതത്തിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരാൾ എന്ന നിലയിലുള്ള ഒരു ഇമേജ് നൽകാൻ വേണ്ടിയിട്ടാണ് ഇമാം ഗസാലി അദ്ദേഹം ഒരു ജിഹാദിസ്റ്റ് അല്ല, അദ്ദേഹം മുജാഹദത്തുൻ നഫ്സിനെ കുറിച്ച് മാത്രം പറഞ്ഞ ആളാണ് എന്ന് പറഞ്ഞുള്ളൊരു വിഷയം. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അതായത്
ജിഹാദിസ്റ്റ് അല്ല എന്ന് പറയുന്നത് ഓറിയൻ്റലിസ്റ്റ് രചനകളിലാണ്. ഇമാം ഗസാലി സൂഫിയായി ചിത്രീകരിക്കുമ്പോൾ എന്താണ് സൂഫി, ആരാണ് സൂഫി എന്ന് പറയുന്ന ഒരു ചർച്ചയും കൂടി രൂപപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം അല്ലെങ്കിൽ ഖുലഫാ റാഷിദുടെ കാലത്തിന് ശേഷം നമ്മൾ സലഫ് സാലിഹീൻ എന്ന് വിളിക്കുന്ന ആൾക്കാരെയാണ് എല്ലാ സൂഫികളും നമ്മളിപ്പോൾ സുപ്രധാനമായി കരുതുന്ന അബ്ദുൽ ഖാദർ ജീലാനി അല്ലെങ്കിൽ ബഹാവുദ്ദീൻ നഖ്ശബന്ദി, ഷിഹാബുദ്ദീൻ സുഹ്റവർദി അടക്കമുള്ള എല്ലാവരും, മൊയ്നുദ്ദീൻ ചിശ്തി അടക്കമുള്ള എല്ലാവരും ഈ സലഫു സാലിഹീങ്ങളെയാണ് അവരുടെ തസവുഫിൻ്റെ റോൾ മോഡലുകളായി സ്വീകരിക്കുന്നത്. ഇവരെല്ലാവരും പലതരം പോരാട്ടങ്ങളിലും സായുധ പോരാട്ടങ്ങളിലും മുജാഹിദത്ത് നഫ്സിലും മുൻപന്തിയിൽ നിന്നവരാണ്. അതുപോലെ ഇമാം ഗസാലിക്ക് വരുന്നതിന് മുമ്പ് തന്നെ തസവുഫിൻ്റെ ലോകത്ത് ഏറ്റവും ശക്തമായിരുന്നൊരു പദപ്രമാണ് ഫത്ത എന്ന് പറയുന്ന പദം. അതായത് മുത്തഫ എന്നൊക്കെ രീതിയിലൊക്കെ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതായത് സൂഫി ഗ്രൂപ്പുകളിൽ തന്നെ അന്നുണ്ടായിരുന്ന വിവിധ മുസ്ലിം ഭരണകർത്താക്കളുടെ ഒരു പാരാമിലിറ്ററിയായി ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരേ സമയം തന്നെ അവർ വൈജ്ഞാനിക ആത്മീയ വ്യവഹാരങ്ങൾ ഇടപെടുകയും എപ്പോഴെങ്കിലും മുസ്ലിം ഭരണകർത്താക്കൾക്ക് മംഗോളുകൾക്കെതിരോ ക്രുസേഡുകൾക്കെതിരോ കുരിശുയുദ്ധക്കാർക്കെതിരെയോ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അവരുടെ സൈനിക അണികളായി മാറുകയും ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു ഈ ഫത്താ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അത് നിങ്ങൾക്ക് ബെക്കഷി ഗ്രൂപ്പുകളുടെ ചരിത്രത്തിലോ അല്ലെങ്കിൽ എസ് ഗ്രൂപ്പുകളിലോ അബ്ദാലികളുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി കാണുവാൻ കഴിയും. അപ്പോൾ ആ ഒരു ചരിത്രത്തിൻ്റെ ബാക്കിയും കൂടാണ് ഇമാം ഗസാലി. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലും ഇതുപോലെ തന്നെ വർത്തമാനങ്ങളുണ്ട്. ഒരു പക്ഷേ യഹ്യാ ഉലുമുദ്ദീൻ ഈ ക്രുസൈഡ് വാറുമായി ബന്ധപ്പെട്ട കുരിശുദ്ധവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളില്ല, ശരി തന്നെയാണ്. പക്ഷേ അതേ ഇമാം ഗസാലി തന്നെയാണ് മൊറോക്കോയിലെ ഇബ്നു താഷിഫിന് കത്തയക്കുന്നത്. അദ്ദേഹം ക്രുസൈഡുകൾക്കെതിരെ കുരിശുദ്ധക്കാർക്കെതിരെ ശക്തമായി യുദ്ധം ചെയ്ത പശ്ചാത്തലത്തിൽ അവിടുത്തെ മുസ്ലിം ഭരണാധികാരിയായ ഇബ്നു താഷിഫിന് ശക്തമായി ആ സമരത്തിൽ നിലനിൽക്കുവാൻ അനിവാര്യമാണെന്ന് പറഞ്ഞ് കത്തയക്കുന്ന നമുക്ക് ഇമാം ഗസാലിനെ കാണാം. അതേ ഇമാം ഗസാലിയാണ് ഈ ബാത്തിനുകൾക്കെതിരെ ശക്തമായ ഒരു പ്രതിരോധം രൂപപ്പെടുത്തുന്നത് സൽജൂക്യൻ ഭരണ ലോകത്ത്. അതേ ഇമാം ഗസാലി തന്നെയാണ് ഭൗതികമായി തന്നെ വൈജ്ഞാനിക വിപ്ലവം ഉണ്ടാക്കുന്നത്. സഹാബത്തുൽ ഫലാസിഫ പോലുള്ള രചനകൾ നടത്തിക്കൊണ്ട് ഫിലോസഫിയുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇമാം യൂസുഫ് ഖർളാവി ഇമാം ഗസാലിയെ തന്നെ നിരൂപണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഇമാം ഗസാലി എന്ന് പറയുന്ന രചനകളുണ്ട്. വളരെ അനിവാര്യമായി നമ്മൾ പഠിക്കേണ്ട രചനയാണ്. അതിൽ ഇമാം ഗസാലിയെക്കുറിച്ചുള്ള ആരോപണത്തിന് അദ്ദേഹം മറുപടി പറയുന്നൊരു പോയിന്റ് കാണാം. അദ്ദേഹം പറയുന്നത് ഇമാം ഗസാലിയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആ ആദ്യത്തെ ഘട്ടത്തിലാണ്, അതായത് ഒരു സാമൂഹികവും രാഷ്ട്രീയപരമായ ഒരു ഉൾവലിയുടെ ഒരു ഘട്ടത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പുനർവിചാരണ നേരിടുമ്പോൾ അദ്ദേഹത്തിന് മറ്റു പല സമരങ്ങൾ നേരിടേണ്ടി വരികയും അതിൽ അദ്ദേഹം മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം ഗസാലി സൈനികമായ പോരാട്ടങ്ങൾക്ക് എതിരായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് അല്ലാമ യൂസുഫ് ഖർളാവി അദ്ദേഹത്തിൻ്റെ അൽ ഇമാമുൽ ഗസാലി എന്ന് പറയുന്ന രചനയിൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് ഇമാം ഗസാലിയുടെ ജിഹാദ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അത് തുടങ്ങുന്നത് അദ്ദേഹം ഇമാസാദയിൽ തന്നെ പറയുന്നൊരു പോയിൻ്റുണ്ട്. ഒരാളുടെ ജിഹാദ് തുടങ്ങുന്നത് മുജാഹദത്തുൻ നഫ്സിലാണ്. മുജാഹദത്തുൻ നഫ്സ് ലദീന ജാഹദു ലനഹ്ദിന സുബ്ലന എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ. ജിഹാദ് ചെയ്യുന്നവർക്ക് നാം വിവിധ വഴികൾ കാണിച്ചു കൊടുക്കും. എന്നാൽ അതിനെ വിശദീകരിച്ചുള്ള ഇമാം ഗസാലി തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാവരുടെയും ജിഹാദ് തുടങ്ങുന്നത് മുജാഹദത്തുൻ നഫ്സിലാണ്. ആത്മസംഘർഷങ്ങളുടെ ലോകത്ത് സ്വന്തം ആത്മാവിനെ കൺട്രോൾ ചെയ്യുവാൻ എല്ലാ താല്പര്യങ്ങൾക്കും മുകളിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും താല്പര്യങ്ങളെ വെക്കാൻ കഴിയുന്നവനാണ് ഒരു മുജാഹിദാവാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം കിമിയാസതയിലൊക്കെ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പോഴാണ് ജിഹാദിന് തയ്യാറെടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഒരു മുജാഹിദ് എന്ന് പറയുന്നത് ഷഹാദത്തിന് കൊതിക്കുന്നവനാണ്. ഷഹാദത്ത് എന്ന് പറയുന്നത് റിയാ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു കർമ്മമാണ്. റിയാ ഇല്ലാതിരിക്കണമെങ്കിൽ മുജാഹദത്ത് നഫ്സ് ശക്തമായി ആത്മാവിൽ വർക്ക് ചെയ്യേണ്ടവനാവണം. അപ്പോഴാണ് റിയായിൽ നിന്നും നിഫാഖിൽ നിന്നും ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയുക. ഇമാം ഗസാലിയുടെ വളരെ സുന്ദരമായ വിശദീകരണങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇമാം ഗസാലി ജിഹാദിനെക്കുറിച്ച് വിശദമായ വർത്തമാനങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും സാമൂഹ്യമായ ഇടപെടലുകളെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് അദ്ദേഹത്തിൻ്റെ അൽ അംർ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്ന് പറയുന്ന ചർച്ച. അത് ഇഹ്യാ ഉലുമുദ്ദീനിൽ തന്നെ അദ്ദേഹം ഒരു ബാബായി തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും.
അങ്ങനെയുള്ളവരെ അതിലെ ഹിസ്ബ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഒതുക്കി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിലെങ്ങനെ ആവണം, അമ്ർ ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ കൈകാര്യം ചെയ്തവർ എങ്ങനെ ആവണം, അവരുടെ ക്വാളിറ്റികൾ എന്താവണം. കാരണം അമ്ർ ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ എന്ന് പറയുന്നത് സത്യം കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്നവനും പറയുന്നവനും അവനുള്ളിൽ ക്വാളിറ്റി ഉണ്ടായാലേ അവർക്ക് നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം രൂപപ്പെടേണ്ടവൻ ആരിലാണ് ആ ക്വാളിറ്റി ഉണ്ടാവേണ്ടത്? അത് ഈമാനുള്ള മുഅ്മിനിലാണ് ആ ക്വാളിറ്റി ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ മുഅ്മിനാണ് ആ ക്വാളിറ്റി ഉള്ളത്. അങ്ങനെയുള്ളവരാണ് അമ്ർ ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ നടത്താൻ പറ്റുകയുള്ളൂ. അതിൻ്റെ ഒരു സാമൂഹ്യ തലത്തെയും അദ്ദേഹം ആ ഭാഗത്ത് തന്നെ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഈവൻ ഫിഖ്ഹു സൗറ, അതായത് കലാപങ്ങളുടെ ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്, പ്രക്ഷോഭങ്ങളുടെ ഫിഖ്ഹിൻ്റെ ചർച്ചകളിൽ പോലും അൽ അമ്ർ ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ എന്ന് പറയുന്ന ബാബിനെ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ, ഇമാം ഗസാലിയുടെ രചനകളിലെ അൽ അമ്ർ ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ എന്ന് പറയുന്ന ആ ചാപ്റ്ററിനെ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരെ നമുക്ക് കാണാം. ഒരുപാട് പേർ ആ വിഷയത്തിൽ തന്നെ വിശദമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇമാം ഗസാലി പോലും ഈ ഒരു തരത്തിൽ ഭരണകർത്താവിനെതിരെ സംസാരിക്കുവാനും പ്രതിഷേധിക്കുവാനും അദ്ദേഹത്തിൻ്റെ രചനകളിൽ പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ പേപ്പറുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ജിഹാദ് എന്നതിന് പലവിധ മാനങ്ങളുണ്ട്. ഒരേ സമയം തന്നെ ഇബ്നു താഷിഫിൻ എന്ന് പറയുന്ന മൊറോക്കൻ ഭരണാധികാരിക്ക് അവിടെ ഉണ്ടായിരുന്ന ക്രൂസേഡ് വാറിനെതിരെ കുരിശിതക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ കൽപ്പിക്കുന്ന ഇമാം ഗസാലി അതേസമയം തന്നെ ഭരണീയരോട് പൊതുജനങ്ങളോട് എങ്ങനെ എത്തിക്കലായി ജീവിക്കണമെന്ന് ആവശ്യപ്പെടുകയും കൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെ ഭരണകർത്താക്കളോട് ഏത് തരത്തിലുള്ള ബന്ധമാണ് നിങ്ങൾക്ക് പണ്ഡിതരോടും പൊതുജനങ്ങളോടും വേണ്ടതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഒരു ഭരണകർത്താവ് എങ്ങനെ ആവണമെന്ന് വിശദീകരിക്കുന്നു. അതിൻ്റെ കൂടെ ഭൗതിക ലോകത്തുള്ള ഉക്കലാക്കളോട്, അതായത് ബുദ്ധിജീവികളോട്, ഉലമാക്കളോട് ഏത് സമീപനമാണ് വിജ്ഞാന മേഖലകളിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇമാം ഗസാലിയെ നമ്മൾ ഹുജ്ജത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഹുജ്ജത്ത് എന്ന തരത്തിൽ തന്നെ പണ്ഡിതന്മാർ പിൽക്കാലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ തരത്തിൽ ഒരു വല്ലാത്തൊരു വിപ്ലവം തന്നെയാണ് അദ്ദേഹം നടത്തിയിരുന്നത്. മൗലാന മൗദൂദിയുടെ തജ്ദീദു ഇഹ്യാഉദ്ദീൻ, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് റിവൈവലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇസ്ലാം എന്ന് പറയുന്ന ഒരു രചനയുണ്ട്. അതിൽ ഇമാം ഗസാലിയുടെ തന്നെ തജ്ദീദിനെ, അദ്ദേഹത്തിൻ്റെ നവോത്ഥാനത്തെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം അക്കാലത്ത് നടത്തിയ, ഞാൻ നേരത്തെ പരാമർശിച്ച എല്ലാം ഇമാം ഗസാലിയുടെ വിപ്ലവ പ്രവർത്തനങ്ങളുടെ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു എന്ന് മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ ആ രചനയിലും പരാമർശിക്കാൻ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു നിലപാട് കൊണ്ട് തന്നെയാണ് ഒരു കാലഘട്ടത്തിലെ 10-11 നൂറ്റാണ്ടിലെ ഇസ്ലാമികമായ വലിയ വിപ്ലവം നടത്തിയ ആളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് ഇല്ലാതാക്കുവാൻ ചില ഓറിയന്റലിസ്റ്റുകൾ അവർ എഴുതിയുണ്ടാക്കിയ ഒരു കൺസെപ്റ്റാണ് റാഡിക്കൽ തോട്ടിൻ്റെ അന്തകനായിരുന്നു ഇമാം ഗസാലി എന്നുള്ള ഒരു വിശേഷണം. മുസ്ലിം സമൂഹത്തിൽ റാഡിക്കലായി, ഭൗതികമായി, ഇന്നൊവേറ്റീവായി ചിന്തിക്കുവാൻ ശ്രമിച്ച ആൾക്കാരെ തടഞ്ഞ ആൾ എന്ന രീതിയിൽ ഇമാം ഗസാലിയെ ആ ഒരു ആരോപണ വിധേയനാക്കുന്നത് നമുക്ക് ചില ഓറിയന്റലിസ്റ്റ് രചനകൾ കാണുവാൻ കഴിയും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നും ഇഹ്യാ ഉലൂമുദ്ദീനും നസീഹത്തുൽ മുലൂക്കും കീമിയാഉ സാദയും ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത്? അദ്ദേഹം അന്ധകനായിരുന്നു എന്നതുകൊണ്ടല്ല, മുസ്ലിം സമൂഹത്തിൻ്റെ, യുവത്വത്തിൻ്റെ, പണ്ഡിത ലോകത്തിൻ്റെ അവരുടെ ചിന്തകളെ മൂർച്ച കൂട്ടിയ ആളെന്ന നിലയിൽ ആയതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ താത്വിക അവലോകനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ, അതിനെക്കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങളെല്ലാം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഒരേപോലെ അപ്ലിക്കബിളാണ് എന്നതുകൊണ്ടാണ് ഇമാം ഗസാലി റഹിമഹുള്ളയുടെ സംഭാവനകളെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിക്കുന്നത്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.